Hi, good morning students. Welcome back to our science class standard 6 students. Today we are going to revise the lesson 10, motion and measurement of distance. Okay, already studied this lesson. Okay, first topic, the story of transport. Lesson 10, page number 95 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. അത് കുറേ പിക്ചറൊക്കെ കാണിക്കുന്നുണ്ട്. പണ്ട് അല്ലേ, സൈക്കിള്, പിന്നെ കാർട്ട്, പ്ലെയിന്, ഷിപ്പ്, ബസ്, ട്രെയിൻ, ഇങ്ങനെയുള്ള ഓരോ ട്രാൻസ്പോർട്ട് പിന്നെ മോഡേൺ ആയിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റില് ബുള്ളോക്കാട്ടൊക്കെ ആയിരുന്നു, ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ അവിടെ പറയുന്നത് മെഷർമെൻ്റ് ആണല്ലേ. മെഷർമെൻ്റ് എടുക്കുന്നത് നമുക്കറിയാം സെൻറ്റിമീറ്റർ, മീറ്ററും കിലോമീറ്ററും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, SI അല്ല, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ ആണല്ലേ. ഓക്കെ, മീറ്റർ സ്കെയിലാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസിന് നമ്മൾ അളക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ നമുക്കവിടെ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മോഷൻ ആണ്. ടൈപ്സ് ഓഫ് മോഷൻ ഫസ്റ്റ് നിങ്ങൾക്കുള്ളത് റെക്റ്റിലിനിയർ മോഷനാണ്. ഓക്കെ, എന്താണ്? ദ ഒബ്ജക്റ്റ് മൂവ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റെക്റ്റിലിനിയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? സർക്കുലർ മോഷൻ അല്ലേ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഇതിൽ നടക്കുന്നു, ഒരു സർക്കുലർ പാത്തിലൂടെ മോഷനെയാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഒരു സർക്കുലർ പാത്തിൽ കൂടെയുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ അടുത്തത് പറയുന്നത് പീരിയോഡിക് മോഷൻ അല്ലേ. പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് an object repeats its motion after some time. This type of motion is called periodic motion അല്ലേ. പെൻഡുലം ഒക്കെ ഇല്ലേ, ക്ലോക്കിൻ്റെ പെൻഡുലം ഒക്കെ, അത് ഏതാണ്? പീരിയോഡിക് മോഷനാണല്ലേ. ഓക്കെ, ഇതുപോലെ തന്നെ ഊഞ്ഞാൽ ആടുന്നുണ്ടാവും, ഒരിടത്ത് ഇങ്ങനെ വന്നു നേരെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇതേതാണ് പീരിയോഡിക് മോഷന് വരുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഏതൊക്കെ മോഷനാണ്, പിന്നെ മെഷർമെൻറ്റിൻ്റെയും പിന്നെ ഡിസ്റ്റൻസിൻ്റെ അളക്കുന്നതും സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്നാന്നും ഇത്രയും നിങ്ങൾ മീറ്ററാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഈ സമ്മറി നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കണം. ഓക്കെ, ഈ ലെസൺ റിവിഷൻ ലെസൺ ആണ്. ഓക്കെ, യു ഓൾ ആർ സ്റ്റഡി വെൽ. താങ്ക് യു.